ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു സഹോദരൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സംശയത്തിനുള്ള മറുപടിയുമായിട്ടാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വീടുകളിലും കല്യാണ വേദികളിലും മറ്റുള്ള മജ്ലിസിലൊക്കെ ചില പ്ലേറ്റുകളിൽ ഈത്തപ്പഴം കൊടുന്ന് വെക്കാറുണ്ട്, സദസ്സിൽ മുമ്പിൽ കൊണ്ടു വെക്കാറുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഈത്തപ്പഴം കഴിക്കുകയും നമ്മൾ ആ ഈത്തപ്പഴത്തിൻ്റെ കുരു അതിലേക്ക് തന്നെ ഇടാറുണ്ട്. ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഏതോ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടു. അങ്ങനെ അത് നമുക്ക് തെളിവുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്കറിയാലോ, നമ്മളൊക്കെ പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന കിതാബാണ് ഫത്തുഹുൽ മൊയ്ൻ. ഈ ഫത്തുഹുൽ മൊയ്നിൻ്റെ ഒരു വളരെ ഹാഷിയ ഒരു വ്യക്തമായ വിശദീകരണം എഴുതിയ അഹമ്മദ് സഖാഫ് എന്ന് പറയുന്ന പണ്ഡിതൻ, തെർഷീഹിൻ്റെ മുസന്നിഫ്, അതുപോലെ തന്നെ ഫവായിദുൽ മക്കിയ, ഈ ഗ്രന്ഥങ്ങളൊക്കെ മുസന്നിഫ് മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്. ഈത്തപ്പഴം നമ്മൾ കഴിക്കുമ്പോൾ ഈത്തപ്പഴം ഒരു പ്ലേറ്റിൽ ഈത്തപ്പഴവും അതിൻ്റെ കുരുവും അവിടെ ഇടാൻ പാടില്ല, അത് നല്ലതല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. വ അല്ല യജ്മാ ബൈന തംബ്രി വന്നവ ഫി തൊബഖിൻ വ അൻ യല, അത് ഒരു പ്ലേറ്റിൽ ഒരേ പ്ലേറ്റിൽ തന്നെ ഈത്തപ്പഴവും അതിൻ്റെ കുരുവും ഇടാൻ പാടില്ല, നല്ലതല്ല. അതിൻ്റെ അദബാണ്, ഭക്ഷണത്തിൽ കഴിക്കുന്നതിൻ്റെ മര്യാദകളിൽ പെട്ടതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നിട്ടും അയല നവാത്ത വൽ ഒജമ അല ലഹരി ഉസ്ബുഹി സബാബ വൽ ഉസ്ത, അവർ പറയുന്നത് നമ്മുടെ ഈ ഈത്തപ്പഴം കഴിച്ചിട്ട് അതിൻ്റെ കുരു നമ്മൾ വെക്കേണ്ടത് നമ്മുടെ കൈവിരലിൻ്റെ ഈ പുറം ഭാഗത്താണ് വെക്കേണ്ടത്. ഇങ്ങനെയാണ് ഈത്തപ്പഴത്തിൻ്റെ കുരു വെക്കേണ്ടത്, ഈ ഭാഗത്ത് വെക്കണം എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അതിന് മഹാനവർ പറയുന്നതിൽ ഇത്തിബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത്തിബാ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കഴിച്ച കുരു, ആ കുരു നമ്മൾ കയ്യിലിടുകയും കൈയിൻ്റെ ഈ പുറം ഭാഗത്ത് രണ്ട് വിരലിൻ്റെയും നടുവിൽ വെച്ചതിന് ശേഷം പിന്നെ എറിയണം എന്നാണ്. മഹാനവർ വലത്തെ കൈ കൊണ്ട് എറിയാം, ഇടത്തെ കൈ കൊണ്ട് എറിയാം. ഏറ്റവും നല്ലത് ഇടത്തെ കൈ കൊണ്ട് അത് എറിഞ്ഞ് ഒഴിവാക്കലാണ്, പുറത്തേക്ക് തള്ളലാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. ഇത് ഈത്തപ്പഴം കഴിക്കുന്നതിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. അഹ്മദ് ബിൻ സഖാഫ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടുത്തെ കിതാബിൽ ഈ കാര്യം വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സൂക്ഷിക്കുന്നത് സൂക്ഷ്മമായി ജീവിക്കുന്ന ആളുകളെ ശൈലിപ്പെട്ടതാണ്. ഇനി ആരെങ്കിലും അതിനെതിര് ചെയ്തു എന്നതുകൊണ്ടോ കുറ്റപ്പെടുത്തേണ്ടതില്ല. ഒരു ഭക്ഷണത്തിൽ പ്ലേറ്റിൽ തന്നെ ഈത്തപ്പഴക്കുരു ഇട്ടു എന്നതുകൊണ്ട് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ചെയ്യേണ്ട ശൈലിയും ചെയ്യേണ്ട മര്യാദയും അതവും ഇങ്ങനെയാണ് എന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.